കേരളത്തിലെ പല വിദ്യാലയങ്ങളിലും ഇന്നും റാഗിംഗ് അരങ്ങേറുന്നുണ്ട്. കുട്ടികളെ അടിച്ചും മുറിവേൽപ്പിച്ചും സീനിയേഴ്സ് നടത്തുന്ന ക്രൂര വിനോദം ഇന്നലെ കേട്ടത് കാസർഗോഡ് നിന്നെങ്കിൽ ഇന്നിതാ കോഴിക്കോട്ട് നിന്നാണ്. അരിക്കുളം KPMS ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. അതും സ്കൂളിന് പുറത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച്. പരിക്കേറ്റ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് KV രാഹുൽ പറയും. സാരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചിരിക്കുകയാണ്. +2 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. സ്കൂളിന് പുറത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ ബന്ധുവാണ്. കുട്ടികൾക്ക് മുഖത്തിന് പരിക്കുണ്ട്, പിന്നെ തലയ്ക്ക് കുറച്ച് ഭാഗത്ത് സ്വെല്ലിംഗ് ഉണ്ട്, പിന്നെ വാ തുറക്കാൻ നല്ല പ്രയാസമുണ്ട്. ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് അവന് വാ തുറന്നിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ അടിവയറിന് ചവിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്നാണ് കുട്ടി പറയുന്നത്? അവർ പറയുന്നത് ഫസ്റ്റ് ഡേ പോയപ്പോൾ മിഠായി കൊടുത്തു, സെക്കൻഡ് ഡേ പഴം കൊടുത്തു. അപ്പോൾ അന്ന് പഴം കൊടുത്ത ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടായി. അത് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് എത്തി കാര്യങ്ങൾ പരിഹരിച്ച് കൈ കൊടുത്ത് പിരിഞ്ഞതാണ്. പിന്നീട് ഇന്നിപ്പോൾ സ്കൂളിൽ പോയപ്പോഴാണ് നീ ഞങ്ങൾ തന്ന പഴം കഴിക്കില്ലേ എന്ന് ചോദിച്ചിട്ട് 20ഓളം പേര് ചേർന്നിട്ട് ഇവനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അപ്പോൾ സ്വയം രക്ഷാർത്ഥം ഓടിയത് അടുത്തുള്ളൊരു ഷോപ്പിലേക്കാണ്. അവിടെയുള്ള ചേച്ചിയാണ് അകത്തേക്കാക്കിയിട്ട് രക്ഷപ്പെടുത്തുന്നത്. മിഠായി കൊടുത്തു, പഴം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ ഇതൊക്കെ കുട്ടിക്ക് കൊണ്ട് കൊടുത്തിരിക്കാൻ വേണ്ടി ഈ മിഠായി അവൻ പറയുന്നത് കഴിച്ചിട്ട് കോലുമിഠായി ആണെന്ന് അവൻ്റെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. അവനത് തട്ടി മാറ്റി എന്ന് പറയുന്നത് നമ്മൾക്കറിയില്ലല്ലോ. ഈ 2 സംഭവം കഴിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ അറിയിച്ചില്ല. ഇന്നിപ്പം 3ാമത്തെ ദിവസം ഇത്രയും മോശമായ രീതിയിൽ സംഭവം നടന്നപ്പോൾ അറിയിച്ചിട്ടില്ല. അതും അടുത്ത വീട്ടിലെ കുട്ടി വന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. സ്കൂളിൽ പോയി പ്രിൻസിപ്പാളിനെ കണ്ടു, കുട്ടീനെ ഹോസ്പിറ്റലാക്കി. ഇത്രയും പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പോലും അവർ വിചാരിച്ചിട്ടില്ല. എന്തായാലും അവന് നല്ല ബുദ്ധിമുട്ടുണ്ട്, തലയ്ക്ക് നല്ല പെയിനുണ്ട്, കിടക്കണം തന്നെ തോന്നുന്നു പറയുന്നപ്പോഴും. പിന്നെ ഈ മൂക്കിനടുത്ത് തൊടാൻ പറ്റുന്നില്ല, വാ തുറക്കാനും നല്ല പ്രയാസമുണ്ട്. നമ്മൾ ഇവിടുന്ന് പാരൻസ് പോകുമ്പോൾ അവൻ ഓഫീസിലിരിക്കുകയാണ്. കൂടെ തല്ലിയതിൽപ്പെട്ട എല്ലാവരും ഓടി 1ഓ 2ഓ പേര് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് ഫോണിലൂടെ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സമീപനമല്ല ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് സംസാരിക്കാമെന്നാണ് പ്രിൻസിപ്പാൾ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരാനുള്ളവർ അങ്ങോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും അവരോട് വെച്ച് സംസാരിച്ചോളൂ. ഞാൻ അന്നേരം ഡ്യൂട്ടിയിലായി. ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല അല്ലേ? ഇല്ല. ഞങ്ങൾ കൊയിലാണ്ടി സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, അല്ലെങ്കിൽ പാരൻസിനെ അറിയിക്കുക, ഇതൊന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. കാരണം നമുക്ക് താമരശ്ശേരിയിലത്തെ ഒരു വിഷയം നമുക്ക് അറിയുന്നതാണ്. ഒരു ഷഹബാസ് വീണ്ടും ആവർത്തിക്കരുത്. അത് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയൊരു ഷഹബാസ് ഉണ്ടായിരുന്നെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അത് തന്നെ. ഞങ്ങളെ മക്കൾ വേറെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, അവിടെയൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ എന്തുകൊണ്ട് ഇങ്ങനെ ഇവർ ചെയ്തു എന്നുള്ളത്, അവിടെ ആൻറ്റി റാഗിങ് ഇതൊന്നുമില്ല. സ്കൂൾ അധികൃതർ നമ്മളെ അറിയിക്കേണ്ടതാണ്. അത് അവരുടെ ഒരു ഫോൺ കോൾ മതിയായിരുന്നു. ഇത്രയും ദിവസമായിട്ട് 3 ഡേയ്സ് ഇത് ആവർത്തിച്ച് ഇന്നും നമ്മളിത് പ്രതികരിച്ചില്ലെങ്കിൽ നാളേക്ക് ഷഹബാസിൻ്റെ അവസ്ഥ തന്നെ ഒന്നുകിൽ ഇവന് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് നാളെ ഈ അവസ്ഥ വരും. സ്കൂൾ വിട്ട സമയത്ത് പുറത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് +2 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ഈ +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കുടുംബം കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ സ്കൂൾ അധികൃതർ കാര്യമായി ഇടപെട്ടില്ല എന്നുള്ള പരാതിയാണ് കുടുംബത്തിനുള്ളത്. വിനോദ് മൊറാഴയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.